Hello students. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ CVP അനാലിസിസിലെ ടെക്നിക്സുമായി ബന്ധപ്പെട്ട് മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ ആണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. CVP അനാലിസിസിന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് ഏത്? പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് വോളിയം റേഷ്യോ മീൻസ് ഇറ്റ് ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. ആണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ആസ് presented in the form of പെർസെൻറ്റേജ് രൂപത്തിൽ കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒരു റേഷ്യോയാണ് ഏത്? പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ സെയിൽസ് ഇത് തമ്മിലുള്ള ബന്ധം നമ്മളൊരു പെർസെൻറ്റേജ് രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവതരിപ്പിക്കുന്നതിനെയാണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കോൺട്രിബ്യൂഷൻ സെയിൽസ് റേഷ്യോ. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? കോൺട്രിബ്യൂഷൻ സെയിൽസ് റേഷ്യോ. അത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 അല്ലേ? അതിനെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസ് റേഷ്യോ എന്ന് പറയാലോ. അതേപോലെ ഇവിടെ കോൺട്രിബ്യൂഷൻ സെയിൽസ് റേഷ്യോ എന്ന് ഏതിനെ പറയും? ഈ പ്രോഫിറ്റ് വോളിയം റേഷ്യോയെ പറയും. കാരണം എന്താ? കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള ബന്ധം പെർസെൻറ്റേജ് രൂപത്തിൽ കാണിക്കുന്ന റേഷ്യോ ആണ് ഏത്? പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ പ്രോഫിറ്റ് വോളിയം റേഷ്യോ സെയിൽസ് മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സെയിൽസിന്റെ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഏതിലും വരും? ഈ പ്രോഫിറ്റ് വോളിയം റേഷ്യോയിലും വരും. സെയിൽസ് കൂടുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് വോളിയം റേഷ്യോയിൽ മാറ്റം വരും. അതേപോലെ സെയിൽസ് കുറയുന്നതിനനുസരിച്ചും പ്രോഫിറ്റ് വോളിയം റേഷ്യോയിൽ മാറ്റം വരും. ഓക്കെ, അതേപോലെ ഹയർ പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഡിനോട്ട്സ് ഹയർ പ്രോഫിറ്റബിലിറ്റി. ഒരു സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് വോളിയം റേഷ്യോ കൂടുന്നതിനനുസരിച്ച് സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് എന്തെങ്കിലും കൂടുന്നു. അപ്പൊ ഹയർ പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഹയർ പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് കൂടുന്നുണ്ട് എന്നാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിന്റെ എങ്ങനെയാണ് ഫോർമുല എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഫിറ്റ് വോളിയം റേഷ്യോ അതിന്റെ ചുരുക്കാണ് PVR, പ്രോഫിറ്റ് വോളിയം റേഷ്യോ. എക്സാമിന് വാട്ട് ഈസ് PVR അല്ലെങ്കിൽ PVRന്റെ ഫോർമുല എന്ത് എന്നൊക്കെ ചോദിക്കും. നമ്മൾ മനസ്സിലാക്കി വെക്കുക. പ്രോഫിറ്റ് വോളിയം റേഷ്യോ അഥവാ PVR. അപ്പോൾ പ്രോഫിറ്റ് വോളിയം റേഷ്യോ കാണാൻ 3 രീതിയിലുള്ള ഇക്വേഷൻസ് ഉണ്ട്. മീൻസ് 3 ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നോക്കുക. പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന റേഷ്യോ ആണെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ പറയാം? C ഡിവൈഡഡ് ബൈ S ഇൻറ്റു 100. C ഡിവൈഡഡ് ബൈ S ഇൻറ്റു 100. മറ്റൊരു രീതി പറഞ്ഞാലോ S മൈനസ് V ഡിവൈഡഡ് ബൈ S ഇൻറ്റു 100. S മൈനസ് V ആണ് ഏത്? കോൺട്രിബ്യൂഷൻ അല്ലേ? അപ്പോ ഒന്നാമത്തെ ഫോർമുലയാണ് എന്ത്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? C ഡിവൈഡഡ് ബൈ S ഇൻറ്റു 100. ഓക്കെ, C എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോ S മൈനസ് V ഡിവൈഡഡ് ബൈ S ഇൻറ്റു 100. ഓക്കെ, ഒന്നാമത് പറയുന്ന പ്രോഫിറ്റ് വോളിയം റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ അതാണ്. ഈ രണ്ടാമത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
ഇവിടെ നമുക്കിപ്പോ 2 വർഷത്തെ ഡാറ്റ തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2000-ലെ കോൺട്രിബ്യൂഷന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, 2000-ലെ സെയിൽസിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, 2001-ലെ കോൺട്രിബ്യൂഷൻ എമൗണ്ട് തന്നിട്ടുണ്ട്, 2001-ലെ സെയിൽസിന്റെ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ 2 പീരിയഡിലെ എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പ്രോഫിറ്റ് വോളിയം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 2 പീരിയഡിലെ വ്യത്യാസമാണ് എന്തായിട്ട് എടുക്കേണ്ടത്, ഫിഗർ ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള മെത്തേഡ് അല്ലെങ്കിൽ ഫോർമുലയാണ് ഈ എഴുതിയിട്ടുള്ളത്. ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. രണ്ടാമത് എന്താണ്, 2 പീരിയഡിലെ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആ 2 ഫിഗർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. ഇപ്പൊ 2000-ലെ സെയില് 2001-ലെ സെയിലും തന്നിട്ടുണ്ടെങ്കിൽ ആ സെയില് തമ്മിലുള്ള ഡിഫറൻസ് എമൗണ്ട് ആണ് നമ്മൾ എടുക്കേണ്ടത്. 2000-ലെ കോൺട്രിബ്യൂഷനും 2001-ലെ കോൺട്രിബ്യൂഷനും തന്നിട്ടുണ്ടെങ്കിൽ ആ 2 കോൺട്രിബ്യൂഷൻ എമൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫോർമുല എങ്ങനെയായി മാറും? രണ്ടാമത്തെ കേസിൽ 2 വർഷത്തെ ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. ഇതാണ് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? 2 തമ്മിലുള്ള ചേഞ്ച് ആണ് എടുക്കുക. അപ്പൊ ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. ഇവിടെ C/S എന്നുള്ളതിന് പകരം ഇവിടെ എന്തായി, ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 എന്നായി മാറി. ഓക്കെ. ഇനി മൂന്നാമതൊരു ഇക്വേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില കേസിൽ നമുക്ക് കോൺട്രിബ്യൂഷന് പകരം എന്തായിരിക്കും തന്നിട്ടുണ്ടാവുക, പ്രോഫിറ്റ് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. ഇപ്പൊ കോൺട്രിബ്യൂഷന് പകരം പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കോൺട്രിബ്യൂഷന് പകരം നമ്മൾ എന്താണ് എടുക്കുക, പ്രോഫിറ്റ് ആണ് എടുക്കുക. ആ മാറ്റേ ഉള്ളൂ. അപ്പൊ എങ്ങനെ വരും? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. എന്താ വരിക? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 എന്നായിട്ട് നമ്മുടെ ഫോർമുല മാറും. അപ്പോൾ പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള ബന്ധം നമ്മൾ എന്ത് രൂപത്തിൽ കാണിക്കുന്നു, പെർസെൻറ്റേജ് രൂപത്തിൽ കാണിക്കുന്നതിനെയാണ് എന്തെന്ന് പറയാ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറയുന്നത്. ഈ പ്രോഫിറ്റ് വോളിയം റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ആണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അത് നമുക്ക് 2 പീരിയഡിൽ തന്നാൽ നമ്മുടെ ഫോർമുലയിൽ ഒരു ചെറിയ മാറ്റം വരും. അതെന്താണ്? ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 എന്നായിട്ട് മാറും. ഇനി മൂന്നാമതൊരു മെത്തേഡാണ് ഏത്? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ. ഈ 3 മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 3 മെത്തേഡിൽ നിന്നും പുതുതായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഏത്? ഇത് വെച്ചിട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടെത്താം. ഈ മെത്തേഡില് കോൺട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കോൺട്രിബ്യൂഷന് കാണേണ്ട പ്രോഫിറ്റ് വോളിയം റേഷ്യോ തന്നിട്ടുണ്ട് എങ്കിൽ അത് വെച്ചിട്ട് എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ കാണുക. അപ്പൊ നോക്കി, കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു പ്രോഫിറ്റ് വോളിയം റേഷ്യോ. സെയിൽസും തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് വോളിയം റേഷ്യോയും തന്നിട്ട് നമ്മളോട് കോൺട്രിബ്യൂഷൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണാം? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു പ്രോഫിറ്റ് വോളിയം റേഷ്യോ. ഇപ്പൊ സെയിൽസിന്റെ എമൗണ്ടിന് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് വോളിയം റേഷ്യോ കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, കോൺട്രിബ്യൂഷൻ എമൗണ്ട് കിട്ടുക. ഇനി അടുത്തത് ഇതിൽ നിന്ന് സെയിൽസ് എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് കോൺട്രിബ്യൂഷനും തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് വോളിയം റേഷ്യോയും തന്നിട്ടുണ്ടെങ്കിൽ സെയിൽസ് എമൗണ്ട് എങ്ങനെയാണ് കണ്ടെത്തുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സെയിൽസ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് വോളിയം റേഷ്യോ. എന്തായി മാറും? സെയിൽസ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് വോളിയം റേഷ്യോ. ഇതാണ് ഏത്, പ്രോഫിറ്റ് വോളിയം റേഷ്യോയുമായി ബന്ധപ്പെട്ട് വരുന്ന ഫോർമുല. ഇനി ഇതിലെന്താ പറയുന്നത് വെച്ചാൽ, മറ്റൊന്ന് യൂട്ടിലിറ്റി ഓഫ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. ഈ പ്രോഫിറ്റ് വോളിയം റേഷ്യോ കൊണ്ടുള്ള യൂട്ടിലിറ്റീസ് എന്തൊക്കെയാണ്? ഒന്നാമത് പറയുന്നത് ടു ഡിറ്റർമിൻ റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഡിഫറെന്റ് പ്രോഡക്ട്സ്. ഇതാണ് ടു ഡിറ്റർമിൻ റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഡിഫറെന്റ് പ്രോഡക്ട്സ്. ഡിഫറെന്റ് പ്രോഡക്ട്സുകളുടെ പ്രോഫിറ്റബിലിറ്റി കണ്ടെത്താൻ എന്തുകൊണ്ട് സാധിക്കുന്നു? ഈ പ്രോഫിറ്റ് വോളിയം റേഷ്യോ കൊണ്ട് സാധിക്കുന്നു. രണ്ടാമത് പറയുന്നത് ടു കാൽക്കുലേറ്റ് BEP. ടു കാൽക്കുലേറ്റ്
BEP ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രോഫിറ്റ് വോളിയം റേഷ്യോ കൊണ്ട് സാധിക്കുന്നു. മൂന്നാമത് പറയുന്നത് ടു അസർടൈൻ ദ പ്രോഫിറ്റ് ഓഫ് to ascertain the profit of a given volume of sales. To ascertain a profit of a given volume of sales. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു സെയിൽസ് വോളിയത്തിന്റെ ഒരു അളവ് തന്നിട്ടുണ്ട്. അതിന് നമ്മളോട് എന്ത് കാണാൻ പറയാണ്? പ്രോഫിറ്റ് കാണാൻ പറയുമ്പോൾ നമുക്ക് എന്ത് കാണാം? ഈ മെത്തേഡിലൂടെ കാണാം. മറ്റൊന്ന് പറയുന്നത് ടു ഡിറ്റർമിൻ ദ സെയിൽസ് റിക്വയർഡ് ടു എ ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടാൻ നമ്മൾ എത്ര രൂപയുടെ സെയിൽസ് നടത്തണം എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടും ഏത് ഉപയോഗിക്കാം? പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഉപയോഗിക്കാം. ഇപ്പൊ പ്രോഫിറ്റ് വോളിയം റേഷ്യോ കൊണ്ടുള്ള യൂട്ടിലിറ്റീസ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് ടു ഡിറ്റർമിൻ റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഡിഫറെന്റ് പ്രോഡക്ട്സ്. ഡിഫറെന്റ് പ്രോഡക്റ്റിന്റെ റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി എത്ര എന്നുള്ളത് നമുക്ക് കണ്ടെത്താം. രണ്ടാമത് പറയുന്നത് ടു കാൽക്കുലേറ്റ് BEP ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് സാധിക്കുന്നു? പ്രോഫിറ്റ് വോളിയം റേഷ്യോ കൊണ്ട് സാധിക്കുന്നു. മൂന്നാമത്തത് ടു അസർടൈൻ ദ പ്രോഫിറ്റ് ഓഫ് എ ഗിവൺ വോളിയം ഓഫ് സെയിൽസ്. നമുക്ക് തന്നിട്ടുള്ള സെയിൽസ് എമൗണ്ട് എന്ന് വെച്ചിട്ട് അതിന്റെ പ്രോഫിറ്റ് എത്ര എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. നാലാമത് ടു ഡിറ്റർമിൻ ദ സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. നമ്മൾ ഓരോരോ വർഷവും എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നാണോ കരുതുന്നത് അതിനു വേണ്ടി എത്ര സെയിൽസ് നടത്തണം എന്നുള്ളത് കണ്ടെത്താനും നമുക്ക് സാധിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇതാണ് യൂട്ടിലിറ്റി ഓഫ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. ഈ മറ്റൊന്ന് പറയുന്നത് എന്താണ്? ഇംപ്രൂവിങ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. ഇംപ്രൂവിങ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മീൻസ് നമുക്കിപ്പോ 40% ആയിരുന്നു നമ്മുടെ ഈ വർഷത്തെ പ്രോഫിറ്റ് വോളിയം റേഷ്യോ എങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് 50% ആക്കുക എന്നുള്ളത് കമ്പനിയുടെ ടാർഗറ്റ് ആയിരിക്കും. കാരണം എന്താ? ഓരോരോ വർഷവും നമ്മുടെ പ്രോഫിറ്റിന്റെ എമൗണ്ട് വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ഇംപ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. ഒന്നാമത് പറയുന്നത് ഇൻക്രീസിങ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. ഒരു പ്രോഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്താൽ ടോട്ടൽ സെയിൽസിന്റെ എമൗണ്ട് കൂടും. ടോട്ടൽ സെയിൽസിന്റെ എമൗണ്ട് കൂടുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോയും കൂടും. അതാണ് ഒന്നാമത്തെ, ഇൻക്രീസ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. രണ്ടാമത് പറയുന്നത് റെഡ്യൂസിങ് ദ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. രണ്ടാമത് പറയുന്നത് റെഡ്യൂസിങ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ അനുസരിച്ച് മാറ്റം വരുന്ന നമ്മൾ പറഞ്ഞു. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കുറക്കാൻ സാധിച്ചാൽ നമ്മുടെ കോൺട്രിബ്യൂഷന്റെ എമൗണ്ട് എന്ത് ചെയ്യും? കൂടൂലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് വോളിയം റേഷ്യോ കൂട്ടാം. മറ്റൊന്ന് ഇൻക്രീസിങ് ദ സെല്ലിംഗ് പ്രൈസ് ആൻഡ് ഡിക്രീസിങ് വാരിയബിൾ കോസ്റ്റ്. മൂന്നാമത് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് കൂട്ടുക, അതോടൊപ്പം എന്ത് ചെയ്യാം? വാരിയബിൾ കോസ്റ്റ് കുറക്കും ചെയ്യണം. നാലാമത് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ സെയിൽസ് മിക്സ് ആൻഡ് സെല്ലിംഗ് മോർ പ്രോഫിറ്റബിൾ പ്രോഡക്ട്സ്. സെയിൽസ് മിക്സിൽ നമ്മൾ ചേഞ്ച് വരുത്തിയിട്ട് കൂടുതൽ പ്രോഫിറ്റ് ഉള്ള പ്രോഡക്റ്റ് മാത്രം എന്ത് ചെയ്യാം? വിൽപ്പന നടത്തുക. ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അടുത്ത നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് വോളിയം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോ ഇവിടെ പറയുന്നത് കാൽക്കുലേറ്റ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. എന്താണ്? പ്രോഫിറ്റ് വോളിയം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒന്ന് തന്നിട്ടുള്ള സെയിൽസ് ആണ് 8 lakh. സെയിൽസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 8 ലക്ഷം രൂപ. വാരിയബിൾ കോസ്റ്റ് 4,80,000. വാരിയബിൾ കോസ്റ്റ് 4,80,000 രൂപ തന്നിട്ടുണ്ട്. മറ്റൊന്ന് ഫിക്സഡ് കോസ്റ്റ് 2 lakh. ഫിക്സഡ് കോസ്റ്റ് 2 ലക്ഷം രൂപയും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പ്രോഫിറ്റ് വോളിയം റേഷ്യോ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. PVR is equal to contribution divided by sales into 100. Contribution divided by sales into 100. നമുക്ക് നോക്കാം. ഇവിടെ കോൺട്രിബ്യൂഷൻ എങ്ങനെ കാണാം? കോൺട്രിബ്യൂഷൻ കാണണമെങ്കിൽ സെയിൽസ് എത്ര? 8 ലക്ഷം രൂപ. ഈ 8 ലക്ഷം രൂപയിൽ നിന്ന് 4,80,000 രൂപ എന്ത് ചെയ്യണം? കുറച്ചു.
അപ്പൊ എത്ര വന്നു? 3,20,000 രൂപ വന്നു. ഓക്കെ, ഇതാണ് എന്ത്? കോൺട്രിബ്യൂഷൻ. അപ്പൊ സെയിൽസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നോക്കാം. PVR ഈസ് ഈക്വൽ ടു 3,20,000 ഡിവൈഡഡ് ബൈ 8 lakh into 100. എത്ര വരാ? 40% വരും. ഓക്കെ, എത്ര വരാ? 40% ആണ് എന്ത് വന്നത്? പ്രോഫിറ്റ് വോളിയം റേഷ്യോ. അപ്പോൾ PVR ഈസ് ഈക്വൽ ടു 40%. സിമ്പിൾ ആണ്, നോക്കിയാൽ മതി. ഇക്വേഷൻ അറിയുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ഇവിടെ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ 8 ലക്ഷം രൂപയാണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നതോ ഈ 4,80,000 രൂപയാണ്. അപ്പൊ കോൺട്രിബ്യൂഷൻ എത്ര വന്നു? 3,20,000 രൂപ വന്നു. അപ്പോൾ പ്രോഫിറ്റ് വോളിയം റേഷ്യോ 3,20,000 ഡിവൈഡഡ് ബൈ 8 ലക്ഷം ഇൻറ്റു 100 എന്ന് വരുമ്പോൾ 40% എന്ന് വരും. ഓക്കെ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ കാണാനുള്ള ഫോർമുല ഇതാണ്. ഇത് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ നൽകുന്നുണ്ട്. നിങ്ങൾ അതിൽ എന്ത് ചെയ്യുക? ആൻസർ ചെയ്തിട്ട് എന്നെ അറിയിക്കും. ഓക്കെ.